ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എങ്ങനെയാണ് നവംബർ മാസത്തേക്കുള്ള വീഡിയോസ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിലൊരു പ്ലാനർ ഉണ്ട്. ഞാൻ ഈ പ്ലാനറിനെ പറ്റിയിട്ട് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ജേർണൽസും പ്ലാനേഴ്സ് എന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മേലെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ പുതിയ മാസത്തിന് തൊട്ട് മുമ്പുള്ള മാസം എങ്ങനെയിരുന്നു എന്നുള്ളൊരു റിവ്യൂ പേജ് ഉണ്ട്. അപ്പോൾ അതാദ്യം ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 5-6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആൻസർ ചെയ്യാണ്. എക്സാമ്പിൾ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒക്ടോബർ മാസം പ്രൊഡക്റ്റീവ് ആയിരുന്നോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി അതിനുശേഷം ഞാൻ കുറച്ച് വീഡിയോ ഐഡിയാസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലാപ്ടോപ്പ് ഓൺ ചെയ്തിട്ട്. അതേമാതിരി ഇതെൻ്റെ പ്ലാനർ ബുക്കാണ്, മീൻസ് റഫ് നോട്ടാണ്. എനിക്ക് വരുന്ന പെട്ടെന്ന് വരുന്ന വീഡിയോ ഐഡിയാസൊക്കെ ഇതിലാണ് ഞാൻ എഴുതി വെക്കുന്നത് റഫായിട്ട്. അപ്പം അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ മാസമെങ്കിലും ഓൾമോസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എങ്കിലും വീഡിയോ ഇടണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസം ഭയങ്കര മടിച്ചായിരുന്നു. ഞാൻ ആഴ്ചയിൽ 3 വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ മാസം എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസിൻ്റെ ഐഡിയാസൊക്കെ ഞാൻ അതിനെ ഓർമ്മ വരുന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ഞാനത് പ്ലാനറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് സലോനി ശ്രീവാസ്തവയുടെ പ്ലാനറാണ്. ഓക്കെ, ഞാൻ മുമ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഐഡിയാസൊക്കെ അങ്ങനെ ഓർത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അതാണ് ഞാൻ ആദ്യം നോട്ട് ചെയ്തത്. അപ്പം എൻ്റെ കയ്യിലുള്ള ഐഡിയാസൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 വീഡിയോ ആണ് ഞാൻ ഈ മാസം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതെല്ലാം നടക്കില്ല, പക്ഷെ എന്നാലും നോക്കാം. എക്സ്ട്രാ വരുന്ന ഐഡിയാസ് നമുക്ക് അടുത്ത മാസം യൂസ് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാനർ എടുത്തിട്ട് നവംബർ മാസത്തിലേക്കുള്ള പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നവംബർ കാലണ്ടർ എടുത്തു. അപ്പം നവംബർ കാലണ്ടറിൽ ഞാൻ ആദ്യം ഡേറ്റ് ഒക്കെ എഴുതിയിട്ട്, ഈ മാസം നവംബർ എനിക്കൊരു ബിഗ് മന്താണ്. കാരണം എൻ്റെ ആനിവേഴ്സറി മന്താണ്, എൻ്റെയും ഹരിയുടെയും വെഡിങ് ആനിവേഴ്സറി മന്താണ്. അപ്പം കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട്. ഒരു പ്രാവശ്യം എന്തായാലും ടൂറൊന്നും പോകാൻ പറ്റില്ല, ടൂറൊന്നും പ്ലാൻ ചെയ്തില്ല. ഒന്നാമത് വർക്കിംഗ് ഡേ ആണ് വരുന്നത്. അപ്പം എവിടെയും പോകാനും പറ്റില്ല. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ പോകണ്ട എന്ന് വിചാരിച്ചു റിസ്ക് എടുത്തിട്ട്. അതുകൊണ്ട് ഒരു സൺഡേ ഒരു പർച്ചേസിങ് പരിപാടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടും ആനിവേഴ്സറി ദിവസവും വീഡിയോ ഉണ്ടാവില്ല. അപ്പം അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം ആ ഒരു മന്ത് മൊത്തം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഗ്രീനിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ദിവസവും എഡിറ്റഡ് ഡേ റെഡ് ഇങ്കിലുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം അത് മുഴുവൻ എല്ലാം ഞാൻ 30 ദിവസത്തെയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗംഭീര പ്ലാനിങ് ഒക്കെ ആണെങ്കിലും എനിക്ക് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് കുറച്ചുകൂടെ കളർഫുൾ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ അലിക്ക ഡിസൂസയുടെ സ്റ്റിക്കർ ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാതെയും എൻ്റെ കയ്യിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് അതെല്ലാം തീർന്നു, ഇനി ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേറ്റോ റെസ്റ്റ് ഡേയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സ്റ്റിക്കർ വെച്ച് നമുക്ക് ഭയങ്കര കളർഫുൾ ആക്കാം. അപ്പോൾ പിന്നെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഡെയിലി എന്തായാലും ഓപ്പൺ ചെയ്യും. അപ്പോൾ ഡെയിലി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് ബോറടിക്കില്ല, ഭയങ്കര കളർഫുൾ ആയിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ട് ഓക്കെ. അപ്പം ട്രാവൽ ചെയ്യേണ്ട ദിവസം ഞാൻ ട്രാവൽ സ്റ്റിക്കർ ഒട്ടിച്ചു. ആനിവേഴ്സറി ദിവസത്തേക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഓർത്ത് വെക്കണമെങ്കിൽ അതെല്ലാം ഞാൻ പിന്നെ ഈ കലണ്ടർ ആഡ് ഓൺ ചെയ്യും കേട്ടോ. അന്ന് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. നമ്മൾ ഈ പ്ലാൻ ചെയ്ത മാതിരി തന്നെ എല്ലാം നടക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും വരും. പിന്നെ ഇതിൽ കോട്ട് എഴുതാനുണ്ട്, കോട്ട് ഓഫ് ദ മന്ത് എഴുതാനുണ്ട്. അതേമാതിരി നോട്ട്സ് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാം. അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത പേജ് എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേസ് ഉണ്ടെങ്കിൽ ബർത്ത്ഡേസ് എഴുതാം. എന്തെങ്കിലും ഇവൻറ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് എഴുതാം. ട്രാവൽസ് ഉണ്ടെങ്കിൽ ട്രാവൽസിനെ പറ്റിയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ ട്രാവൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആനിവേഴ്സറിക്ക് പ്രയർ ആയിട്ടുള്ള ഒരു ട്രാവൽ മാത്രമാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അഡീഷണൽ വല്ലതും വരുവാണെങ്കിൽ അതിനൊപ്പം ആഡ് ഓൺ ചെയ്യും. ബർത്ത്ഡേ എനിക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മ വന്നില്ല. ആ സമയത്ത് ഞാൻ മൊബൈലിൽ നോക്കി കണ്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് എഴുതാം എന്ന് വിചാരിച്ചു.
പിന്നെ ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വിജയദശമി സമയത്ത് 3 ദിവസം മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് അത് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് നവംബർ മാസത്തെ മന്ത്ലി ഗോൾസ് ആണ്. അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് ഈ ഒരു ബുക്കിൽ. അപ്പോൾ അതാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഗോൾ ഈ മാസത്തെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുറച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എൻ്റെ ഈ മാസത്തെ അറ്റൻഡ് ചെയ്യേണ്ട ഗോൾസ് എല്ലാം ഞാൻ എഴുതി. പിന്നെ ഞാനൊരു പ്ലാനർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സർപ്രൈസ് ആണ്. അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അതേമാതിരി എൻ്റെ ചാനലിലും ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലും അതൊക്കെ ഈ മാസത്തെ ഗോൾസ് ആണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത പേജ് ഹാബിറ്റ് ട്രാക്കർ പേജാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ഡെയിലി റുട്ടീനായിട്ട് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. ഞാനവിടെ സ്കിൻ കെയർ, ഹെയർ കെയർ, എനിക്ക് മിനിമം 8:30 ഈ മാസം തൊട്ട് എണീക്കണമെന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഹാബിറ്റ് ട്രാക്കർ. വെള്ളം കുടിക്കണം, 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളൊരു ട്രാക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മാസത്തെ നവംബർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതാത് ദിവസം നമുക്ക് ഇൻഡിവിജ്വൽ ഡേറ്റ്സിൽ പ്ലാൻ ചെയ്യാം. ഇതിൽ എക്സ്പെൻസ് ട്രാക്കും മീൽ പ്ലാനറൊക്കെ ഉണ്ട്. അത് പക്ഷേ ഒരു പേജ് ഇടും, അതെനിക്ക് അത്ര യൂസ്ഫുൾ അല്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ നവംബർ മാസം പ്ലാൻ ചെയ്തത്. ഇങ്ങനെയാണ് ഞാൻ മിക്ക മാസങ്ങളും ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത്. നടന്നോ നടന്നില്ലയോ, എന്തായാലും പ്ലാനിങ് ഗംഭീരമായിട്ട് നടക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.